ഫ്രീലാൻസിങ് കൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാർ ഏകദേശം 5000 മുതൽ 7000 രൂപ വരെ ഒരു ആഴ്ചയിലാണ് സമ്പാദിക്കുന്നത്. സോ എന്താണ് ഫ്രീലാൻസിങ്, എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് എൻ്റെ ക്രൈറ്റീരിയകൾ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. എന്താണ് ഫ്രീലാൻസിങ് നമ്മൾ ആദ്യം മുതലേ നോക്കാം. സോ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ല. സോ വീട്ടിൽ ഇരുന്നുകൊണ്ട്, അത് ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു ജോലി ചെയ്യുക എന്നാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. എങ്ങനത്തെ ജോലി? നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ക്ലയൻസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. സാധാരണ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ മുകളിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈവൻ ഒരു സ്റ്റാഫാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൾക്കാരെ വായിക്കണേക്കണം. സോ ഇത് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങളുടെ സ്കില്ല് വെച്ച് ആ ഒരു ക്ലയൻസ് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അതിനെയാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫ്രീലാൻസിങ് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്കിൽസ് വരും. അതിൽ ഒന്നാമത്തെ കാര്യം വെബ്സൈറ്റ് ഡിസൈനിങ്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേഷൻ, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, എഡിറ്റിങ്, അതേപോലെ ലോഗോ മേക്കിംഗ്, ഇങ്ങനത്തെ ഒരുപാട് ഓൺലൈൻ സ്കില്ലുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കും സുഖമായിട്ട് ഇത് വീട്ടിൽ നിന്ന് ചെയ്യുന്നുള്ള പ്രശ്നമേ ഇവിടെ ഉള്ളൂ. സോ അതിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കില്ല് അടിപൊളിയായിട്ട് പക്കയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കണമെന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങളെ ഈ ഒരു സ്കില്ല് ഇങ്ങോട്ട് ക്ലയൻസ് വരാം, അതായത് ഇങ്ങോട്ട് നിങ്ങളെ തിരക്ക് ആൾക്കാർ വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫൈവർ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, അതൊരു ഫ്രീലാൻസിങ് വെബ്സൈറ്റാണ്. സോ അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക എന്നുള്ളത്. സോ അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഏത് സംഭവമാണ് ചെയ്യുന്നത്, ഇപ്പം ഗ്രാഫിക് ഡിസൈൻ ആണെങ്കിൽ അങ്ങനെ, വെബ് ഡിസൈനിങ് ആണെങ്കിൽ എങ്ങനെ, വെബ്സൈറ്റ് മേക്കിംഗ് ആണെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ ലോഗോ മേക്കിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിൽ നിങ്ങൾ ഏതാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് അതിനെപ്പറ്റി നിങ്ങൾ വിശദീകരിച്ച് ഡിസ്ക്രിപ്ഷൻ എല്ലാം സെറ്റ് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിടുക എന്നുള്ളതാണ്. സോ അതിൽ നിങ്ങൾ മാക്സിമം റെസ്യൂം പോലെ നിങ്ങളെല്ലാം എഴുതിയിടുക ഓരോ പോയിൻ്റായിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത ഒരു വർക്കും അതിൽ വീഡിയോ ആയിട്ട് അപ്ലോഡും കൂടെ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഫൈവർ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ആൾക്കാർ വന്ന് നോക്കുന്ന സംഭവമാണ്. അത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റെഫർ ചെയ്യുന്ന ഈ ഒരു ഫൈവർ എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇതിലൊന്നാണ് ഓരോ ആളുകളെ നോക്കുന്നതും ലോഗോ മേക്കിംഗ് കാര്യങ്ങൾ, അങ്ങനെ പല ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. സോ അതിൽ നിങ്ങളൊരു വർക്ക് കണ്ട് നിങ്ങളുടെ വർക്ക് കണ്ട് അത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരും. അതിൽ നിങ്ങൾ ചെയ്യുന്ന വശം നിങ്ങളുടെ അതേപോലെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എല്ലാം സെറ്റ് ചെയ്തിടുക. അതുപോലെ നിങ്ങൾ ചെയ്തൊരു വർക്കിലമായിട്ട് അതിൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. സോ ഇതുവഴി നിങ്ങൾക്ക് ക്ലയൻസ് കിട്ടും. സോ ഇത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ നിങ്ങൾക്ക് ക്ലയൻസ് വരില്ല. സോ പതുക്കെ വരുള്ളൂ. അത് ഏതൊരു കാര്യമായിരുന്നാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്ത് കാര്യം എന്നാലും പതുക്കെ നിങ്ങൾ സക്സസ് ആയിട്ട് വരുള്ളൂ. അത് പറഞ്ഞ ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി 2 ദിവസം കൊണ്ട് 1 മില്യൺ അടിക്കുക. അതേപോലെ തന്നെ പതുക്കെ ഓരോ കാര്യങ്ങളും വരുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഫ്രീലാൻസിങ്ങിന് 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു സ്കിൽ അറിഞ്ഞിരിക്കുക, രണ്ടാമത്തെ കാര്യം ഈ ഫൈവർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുക. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി നിങ്ങൾ ചെയ്ത വർക്ക് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യാം. സോ അത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഈ ഒരു ഫൈവർ എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞുകൂടാത്തൊരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഈ ഒരു ഫൈവറിൽ നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഒരു ക്ലയൻസ് നിങ്ങളുടെ അടുത്ത് വന്ന് വർക്ക് ചെയ്ത് കൊടുത്തു. സോ ആ ഒരു ക്ലയൻസിന് നിങ്ങളെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരിതിൻ്റെ അടിയിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ താഴെ വന്നിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റും ഇടും. സോ ഈ ഒരു കമൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ ബാക്കി ക്ലയൻസ് ഒന്ന് നോക്കുമ്പോൾ, നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടാക്കും. സോ ഇതുവഴി നിങ്ങളെ ക്ലയൻസ് വേറെ ആൾക്കാരുടെ അടുത്ത് പോകും. സോ ഇത് നിങ്ങൾക്ക് വരാതിരിക്കാൻ മെയിനുള്ള കാര്യം, നിങ്ങൾ ചെയ്യുന്ന ജോലി പെർഫെക്ഷനായിട്ട്, ഡെഡിക്കേഷനായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ ഫ്രീലാൻസിംഗ് എന്നൊരു സംഭവം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളൊരു ഫ്രീലാൻസറായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. സോ പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നിങ്ങളൊരു പ്രൈമറി എഡ്യൂക്കേഷന് പുറമേ നിങ്ങളൊരു സ്കില്ലും കൂടെ പഠിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് പക്കയായിട്ട് അറിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് വെച്ച് ഫ്രീലാൻസിങ് വഴി സമ്പാദിക്കാൻ പറ്റും. സോ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്തായിരുന്നാലും മനസ്സിലായി എന്നാണ് നമ്മുടെ നിഗമനം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നമ്മളിതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു റെക്കോർഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ്സായിരിക്കുക. ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കുക. സോ ഇതിന് മികച്ച നല്ല മണി മേക്കിംഗ് ബിസിനസ് കണ്ടൻറ്റ് വിത്ത് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ നിങ്ങളുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.